ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് രാജീവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആരോഗ്യാവസ്ഥ, എങ്ങനെയാണ് എന്നത് അറിയേണ്ടതുണ്ട്. മാധ്യമങ്ങളോട് രാജീവരെ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടിയൊന്നും നൽകിയിട്ടില്ല. എന്തായാലും ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് പൂജപ്പുരയിലെ ജയിലിൽ നിന്ന് ഇപ്പോൾ രാജീവരെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്താണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമുള്ള പരിശോധനയിൽ മെഡിക്കൽ പരിശോധനയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നമുണ്ടായിരുന്നോ എന്നത് അറിയണം. നേരത്തെ അസുഖബാധിതനാണോ, മെഡിസിൻ എടുക്കുന്ന ആളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നലത്തെ ഉറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കാം, ബ്ലഡ് പ്രഷറിലെ വിഷയമായിരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അറിയാൻ സാധിക്കുന്നു. കാര്യമായ അസുഖമുണ്ടോ, ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. അങ്ങനെയെങ്കിൽ SIT നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നതും അറിയേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ആശുപത്രിയിൽ തന്നെ തുടരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വൈകാനുള്ള സാഹചര്യമുണ്ട്. അക്ഷയ ചേരുന്നുണ്ട്. അക്ഷയ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്ത് പരിശോധനയാണ് നടക്കുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ഡോക്ടർ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം തന്നെയാണ്. ഇന്ന് രാത്രിയോട് കൂടിയിട്ടാണ് തന്ത്രിയെ ജയിലിൽ എത്തിച്ചത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഉറക്കവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതാണോ ശാരീരിക അസ്വസ്ഥം എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു വിവരം ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ തന്ത്രിയെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് അദ്ദേഹത്തോട് ഡോക്ടർമാർ ചോദിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് സ്വാഭാവികമായിട്ടും അതിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും നടത്തുന്നത്. എന്നാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് ഡോക്ടർ ചെല്ലുമെന്നായിരുന്നു എന്നുള്ള വിവരം കൂടെ അവിടെ ഉണ്ടാകുന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഇതാണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ളൊരു വ്യക്തത വരുന്നതുണ്ട്. ഇപ്പോൾ നിലവിൽ കാഷ്വാലിറ്റിയിലാണ് തന്ത്രി ഉള്ളത്. ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ എങ്ങനെയാണോ അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് എത്തിയത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കയറ്റിയത്. അതായത് നടന്നിട്ട് തന്നെയാണ് തന്ത്രി അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒപിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ കാണിക്കുക മാത്രമാണ് ചെയ്തത്. ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ നൽകുന്നത്. ഇനി മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താനുണ്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജയിലിലേക്ക് തിരിച്ചയക്കുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. മറ്റു വിവരങ്ങൾ നൽകേണ്ടത് ഡോക്ടർ കൂടിയാണ്. കാരണം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഡോക്ടറിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ജയിലിൽ വെച്ചായിരുന്നു സംഭവം. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ അറിയേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ പരിശോധനയിലൊക്കെ ഇത് വ്യക്തമാവേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും അസുഖമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റ് ടെസ്റ്റുകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ജയിലിലേക്ക് തന്നെ മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. അക്ഷയ ചേരുന്നു. അക്ഷയ, ഡോക്ടറെ പരിശോധിച്ചു കഴിഞ്ഞു. മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ഉള്ളതായിട്ടാണോ മനസ്സിലാക്കുന്നത്?
മനസ്സിലാക്കുന്നത്? ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ്. ആശുപത്രിയിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ വ്യക്തമായിട്ടുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും